ഒരു വ്യക്തിയായാലും കുടുംബമായാലും സമൂഹമായാലും ഗവൺമെൻറ് ആയാലും മന്ത്രി ആയാലും ആരായാലും നന്നാവില്ല ഞാനെന്ന് തീരുമാനിച്ചാൽ എന്നെ തല്ലണ്ടമാവോ ഞാൻ നന്നാവില്ല എന്ന് തീരുമാനിച്ച പിന്നെ നന്നാക്കിയെടുക്കുക വളരെ വലിയ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്റിന് ഒരു സാധ്യത ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും കിടത്തുക എന്നുള്ള ഒരു ജോലി മറ്റ് മന്ത്രിമാർ ഏറ്റെടുത്തിട്ടുണ്ടോ ഒന്നാമത്തെ ഒരു സംശയമാണ്. രണ്ടാമത്തെ സംശയം, കാരണം മറ്റ് മന്ത്രിമാരെല്ലാം ചെറുപ്പക്കാരും ഒക്കെയാണ്, അവരെല്ലാം അവിടെ ഗൂഢാലോചന നടത്തി പിണറായിയെ കിടത്താനൊരു തീരുമാനമുണ്ടോ, അതോ പിണറായി വിജയൻ എന്നൊരു തീരുമാനമുണ്ടോ? എന്താണ് ഇനിയിപ്പോൾ എനിക്ക് നിൽക്കാനും വയ്യ, എനിക്ക് അസുഖമൊക്കെയാണ്, എനിക്ക് ചികിത്സയൊക്കെ ആയിട്ട് മാറണം, ഇനി 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഇനി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പിണറായി വിജയൻ തന്നെ എങ്കിൽ പിന്നെ ഇനി ആരും വരണ്ട എന്നുള്ള നിലയിൽ പിണറായി വിജയൻ എന്തെങ്കിലും അജണ്ടയുണ്ടോ? അതല്ലെങ്കിൽ ആളുകൾ പൊട്ടന്മാരാണോ? ഞാനിങ്ങനെ മൂന്നായിട്ട് ചോദിക്കുന്ന കാര്യമുണ്ടെന്നേ. ഇവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിൻ്റെ ഇഷ്യൂ വന്ന് വളരെ വലിയ വിവാദമായതല്ലേ. ഉടൻ തന്നെ അന്വേഷണം വയ്ക്കുന്നു, ആളുകളെ സസ്പെൻഡ് കമ്മിറ്റി വയ്ക്കുന്നു, പരിശോധിക്കുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നത്. അവസാനം 2 ആഴ്ചയായി ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ട് റിപ്പോർട്ട് പൂഴ്ത്തി. നല്ല രാജൻ ഗോബ്രഗഡെയൊക്കെ അവിടെ ഇരിക്കുകയാണ്, അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹമൊക്കെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള വളരെ ഇൻറ്റഗ്രിറ്റിയുള്ള ഓഫീസറാണ്. അദ്ദേഹം മഹാരാഷ്ട്രക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുള്ള സാറാണ്. വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഓഫീസറാണ് രാജൻ ഗോബ്രഗഡെ IAS. അദ്ദേഹം കോവിഡ് കാലത്ത് ശൈലജ ടീച്ചറിനോടൊപ്പം നിന്ന് നിപ്പ കാലത്തൊക്കെ എത്ര മനോഹരമായിട്ടാണ് പ്രവർത്തിച്ചത്. എന്തേ അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ കെട്ടിയിരിക്കുകയാണോ? അതോ വീണ ജോർജ് ടൂറിലാണോ? എന്താ സംഭവിക്കുന്നത്? 2 ആഴ്ചയല്ലേ റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി. അതിനെക്കുറിച്ചുള്ള തുടർ നടപടിയില്ല, തുടർ ചിന്തകളില്ല, തുടർ അന്വേഷണമില്ല, തുടർ കമ്മീഷനില്ല, ഒന്നുമില്ല. ആളുകൾക്കറിയാം, മന്ത്രിസഭയ്ക്ക് അറിയാം, അല്ലെങ്കിൽ ആളുകൾക്കറിയാം, രാഷ്ട്രീയ പാർട്ടി LDFന് അറിയാം. 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച നിൽക്കുള്ളൂ ഈ വിവാദം. അത് കഴിയുമ്പോൾ ആളുകൾ ചാനലുകൾ അടുത്ത വിവാദത്തിലേക്ക് പോകുമ്പോൾ, അടുത്ത വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് മറന്നു പോവും. എന്തൊരു നാടാണിത്? റിപ്പോർട്ട് വന്നിട്ട് 2 ആഴ്ചയിൽ കൂടുതലാകുന്നു. ആ റിപ്പോർട്ട് ഇപ്പോൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, അത് ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല, അത് ക്യാബിനറ്റിലേക്ക് പോയിട്ടില്ല, ഒന്നും നടക്കുന്നില്ല. കാരണം ആ റിപ്പോർട്ടിനകത്ത് ഗുരുതരമായ കണ്ടെത്തലുകൾ കാണും. യാതൊരു ഡോക്യുമെൻറ്റും ഇല്ലാതെയല്ല ഡോക്ടർ ഹാരിസ് അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം കൊടുത്തിട്ടുള്ള ഓരോ റിപ്പോർട്ടിനും റിക്വസ്റ്റിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് അദ്ദേഹം എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മൊബൈലിലും ഹാർഡ് കോപ്പിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പിന്നെ നടപടിയെടുക്കാത്ത പ്രിൻസിപ്പാളിനെതിരെ ചിലപ്പോൾ നടപടിയെടുക്കേണ്ടി വരും, സൂപ്രണ്ടിനെതിരെ നടപടിയെടുക്കേണ്ടി വരും, ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിക്കെതിരെ, മെഡിക്കൽ സർവീസ് സൊസൈറ്റിക്കെതിരെ നടപടിയെടുക്കേണ്ടി വരും, പിന്നെ മന്ത്രി ആഫീസിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അവിടുത്തെ PA ഉണ്ട്, ഒരു APS അതിനകത്തുണ്ടെന്ന് പറയുന്നു. ഈ നമ്മുടെ ഡോക്ടർ ഹാരിസ് പോയി കണ്ട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്തിട്ടുള്ള ഒരു APS ഉണ്ടെന്ന് പറയുന്നു, അതിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. ഒരുപാട് തലകൾ ഉരുളും. അതുകൊണ്ട് തന്നെ അതിന് നടപടി വേണ്ട, നമുക്ക് മാറി ചിന്തിക്കാം. എന്തൊരു കഷ്ടമാണ്, എന്തൊരു ഗതികേടാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. സംഭവങ്ങൾ ഉണ്ടായാലെങ്കിലും മാറ്റം കൊണ്ടുവരണ്ടേ? ഓരോ വിഷയങ്ങൾ സംഭവിച്ചാലെങ്കിലും നമ്മൾ ചിന്തിക്കണ്ടേ? വീണ ജോർജ്, നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിത്ത് ആൾ റെസ്പെക്റ്റ് മാഡം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല ഇത്. ദയവായി നമുക്ക് പറ്റാത്ത പണി ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിലും കിട്ടിയാൽ നന്നായി പണിയാൻ നോക്കുക. പറ്റിയില്ലെങ്കിൽ നമ്മൾ വച്ച് മാറുക, പരിചയം വാളും വച്ച് കീഴടങ്ങുക. അത് മാത്രമേ കരണീയമായിട്ടുള്ളൂ.